ഹായ്. ഒക്ടോബർ 12 നടന്ന CSEB എക്സാമിൻ്റെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഈക്വൽ ടു. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണെന്നാണ് ചോദിച്ചേക്കണേ. ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ അത് തന്നെയാണ്. അപ്പോൾ ആൻസർ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അത് ശരിക്കും എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വന്നത്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അപ്പോൾ ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി രണ്ടിനും എന്താണ്? കോമൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് ഇക്വേറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന ഇക്വേഷനിലേക്ക് എത്തി. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയേ, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. മറ്റതിൽ നമ്മൾ പ്രൈസുകൾ മൈനസ് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇവിടെ ക്വാണ്ടിറ്റികൾ മൈനസ് ചെയ്തിട്ട് പ്രൈസ് കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നെക്സ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ഇനി ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് ആണ് ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയും വരാം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. നെക്സ്റ്റ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് വെൻ എ ട്രാൻസാക്ഷൻ ഈസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഒരു ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ് എഴുതുന്നതിന് പറയണതാണ് ജേർണലൈസിങ്. ട്രാൻസാക്ഷൻസ് ബുക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് പറയണത് ജേർണലൈസിങ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എഴുതുന്നതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ഓരോ അക്കൗണ്ടും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടലെയും വലുതിൽ നിന്ന് ചെറുത് കുറച്ച്, വലിയ സൈഡിലെ ടോട്ടലിൽ നിന്ന് ചെറിയ സൈഡിൻ്റെ ടോട്ടൽ കുറച്ച് നമ്മൾ ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. അപ്പോൾ അതാണ് ബാലൻസിങ്. ദെൻ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കണക്കുകളും എല്ലാം എഴുതിയതിന് ശേഷം നമ്മൾ കണക്കുകൾ മൊത്തം ചെക്ക് ചെയ്യണേനെ, പരിശോധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഈവൺ സെയിൽസ് ഈക്വൽ ടു. ബ്രേക്ക് ഈവൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ പ്രോഫിറ്റ് നോ സെയിൽസ്. ലാഭവുമില്ല നഷ്ടമില്ലാത്ത അവസ്ഥ. അപ്പോൾ ശരിക്കും കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷനാണ്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റും കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ബ്രേക്ക് ഈവൺ സെയിൽസ് വരുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? പ്രോഫിറ്റ് ഉണ്ടാവില്ല. കാരണം നോ പ്രോഫിറ്റ് നോ ലോസ്, ആ അവസ്ഥയാണ് എന്ത് പറയുന്നത്? ബ്രേക്ക് ഈവൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് അല്ല, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് രണ്ടും കൂടി വന്ന് അവിടെ എന്ത് വന്ന്? കോൺട്രിബ്യൂഷൻ വന്ന്. പ്രോഫിറ്റ് ഇല്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ ഓൾറെഡി എന്ത് പറയുന്നത്? ബ്രേക്ക് ഈവൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, നഷ്ടവും ഇല്ല ലാഭവും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ അത് എന്ത് വരും അവിടെ? ഫിക്സഡ് കോസ്റ്റ്. അവിടെ കോൺട്രിബ്യൂഷൻ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഫിക്സഡ് കോസ്റ്റിനോട് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ആർ. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണോ, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണോ, ലയബിലിറ്റി ആണോ, അസറ്റ് ആണോ എന്ന്. അപ്പോൾ നമുക്കറിയാം ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചാർജ് ചെയ്യുന്നു ആ എക്സ്പെൻസുകളാണ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്.
ഡിവിഡൻറ്റും അതേപോലെ ജനറൽ റിസർവിലോട്ടൊക്കെ മാറ്റണത് എപ്പോഴാണ്? എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് റിസർവുകളിലേക്ക് മാറ്റുന്നതും അതുപോലെ ഡിവിഡൻറ്റ് കൊടുക്കുന്നതും. അപ്പോൾ അത് നെറ്റ് പ്രോഫിറ്റിന് ശേഷമാണ്, നെറ്റ് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം അതിൽ നിന്നാണ് ഇതിനുള്ള തുക നമ്മൾ മാറ്റി വെക്കുന്നത്. അതുകൊണ്ട് ഡിവിഡൻറ്റ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും എന്താണ്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റാണ്, പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതമാണ് മാറ്റണത്. അല്ലാതെ ഇതൊരു എക്സ്പെൻസ് അല്ല. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭവിഹിതമാണ്. ലാഭം എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലാഭവിഹിതം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വരുന്ന എക്സ്പെൻസുകളാണ് ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ആ എക്സ്പെൻസുകളെല്ലാം കുറച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് എന്ത് ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന്? ജേർണൽ ബുക്കാണോ, ഡേ ബുക്കാണോ, മെയിൻ ബുക്കാണോ, സബ്സിഡിയറി ബുക്കാണോ? സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് സബ്സിഡിയറി ബുക്ക്. ഏതൊക്കെയാണ് സബ്സിഡിയറി ബുക്ക്? പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്. ഇതൊക്കെ എന്താണ്? സബ്സിഡിയറി ബുക്കുകളാണ്.